ഒരു മനുഷ്യക്ക് 2 സർക്കിൾ ഉണ്ടാവും. ഒന്നൊരു വൈബ് സർക്കിൾ ഉണ്ടാവും, ഒന്നൊരു ഗ്രോത്ത് സർക്കിൾ ഉണ്ടാവും. നമ്മളൊക്കെ ഐഡന്റിഫൈ ചെയ്തൊക്കെ നമുക്കത് ഉണ്ടാവും. ചില ആൾക്കാർ നമ്മളെ വൈബിന് വേണ്ടി മാത്രമുള്ളതാണ്, നമ്മളെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാനും നമുക്ക് കളിക്കാനും നമുക്ക് ചിരിക്കാനും. ഗ്രോത്ത് സർക്കിൾ അപ്പുറത്ത് വേറെ ഉണ്ടാവും, നമ്മളെ കരിയറിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന ടീം, നമ്മളെ കൂടെ ഏറ്റവും കൂടുതൽ നമ്മൾ മോട്ടിവേറ്റ് ചെയ്യുന്ന ഫ്രണ്ട്സ്, അതല്ലെങ്കിൽ പുറത്ത് ഔട്ട്ഡോർ ആൾ, നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ. ഇതാണ് ഗ്രോത്ത് സർക്കിൾ. ഇത് റിയലൈസ് ചെയ്ത് ബിഹേവ് ചെയ്യുന്ന ഒരാൾക്ക് എത്രയും പെട്ടെന്ന് ഗ്രോത്ത് അച്ചീവ് ചെയ്യാൻ പറ്റും. ഗ്രോത്ത് ഇൻ ദ സെൻസ് ആൾക്ക് പെട്ടെന്ന് വളരാൻ പറ്റും. വൈബ് സർക്കിൾ ഒരിക്കലും ഒഴിവാക്കണം എന്നല്ല, വൈബ് സർക്കിൾ ഒരിക്കലും ഒഴിവാക്കരുത്. കാരണം നമുക്ക് ഹാപ്പിനെസ് വേണം, നമുക്ക് കുറച്ച് ഫ്രണ്ട്സ് വേണം, സ്പെൻഡ് ചെയ്യാൻ നല്ല ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാനുള്ള ആൾക്കാർ വേണം. പക്ഷേ ഏറ്റവും കൂടുതൽ സമയം വൈബ് സർക്കിളിൻ്റെ കൂടെ ആണെങ്കിൽ അതനുസരിച്ച് ഗ്രോത്ത് ഉണ്ടാവും. അത് ആക്സെപ്റ്റ് ചെയ്യാൻ റെഡി ആണെന്നുണ്ടെങ്കിൽ ഒരു സീനുമില്ല. ഗ്രോത്ത് എനിക്ക് ഗ്രോത്ത് വേണം, എനിക്ക് കുറേ കാര്യം ചെയ്യണം, അച്ചീവ് ചെയ്യണം, ഫണ്ട് ഉണ്ടാക്കണം എന്നൊക്കെ ആഗ്രഹിച്ച് നടക്കുന്ന ആൾ ഒരു 80% ടൈം വൈബ് സർക്കിളിൻ്റെ കൂടെയാണെന്നുണ്ടെങ്കിൽ അതൊരു കാര്യമില്ല. ആക്ഷൻ എങ്ങനെ പോകുന്നത് അതനുസരിച്ച് റിസൾട്ട്. നമ്മുടെ മനസ്സിൽ എന്ത് വിചാരിച്ചിട്ടും കാര്യമില്ല. ഇപ്പോൾ ചിലർ പറയും മൈൻഡ് സെറ്റ് ഇങ്ങനെ സെറ്റ് ചെയ്യാം. നമ്മൾ എങ്ങനെ ആക്ഷൻ എടുക്കണം? നമ്മൾ മൈൻഡ് സെറ്റ് ചെയ്തിട്ട് ആ മൈൻഡ് സെറ്റിനനുസരിച്ചുള്ള ആക്ഷൻ വന്നാലേ റിസൾട്ട് വരുന്നുള്ളൂ. സോ നമുക്ക് ചൂസ് ചെയ്യാം ഗ്രോത്ത് ആണോ വേണ്ടത്, വൈബാണോ വേണ്ടത് എന്നുള്ളത്.